ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മിലാഫ് കോള മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കിയപ്പോൾ ഈ ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു കോള അത് സൗദി പുറത്തിറക്കി. അപ്പോൾ ഇതാണ് ഭയങ്കരമായ കണ്ടെത്തൽ. ഇന്ത്യയിലാണെങ്കിൽ ചാണകവും മൂത്രവും മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞ് കാണുന്നത്. സാർ കണ്ടിരുന്നു ഈ സംഭവം? ഇത് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഈ മത തീവ്രവാദം വെച്ച് കളിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ. ഉറപ്പായിട്ടും സൗദി ഇപ്പോഴത്തെ ഭരണാധികാരി വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകണം. ആ രാജ്യത്ത് എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ചാക്ക് കെട്ടിന്ന് മാറ്റണം. പക്ഷെ അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഇവിടെ കോളനെ കുറിച്ച്, ഇവിടെ കോളയെ പറ്റി അറിഞ്ഞത് ഭയങ്കര സംഭവമാണ്, വിശ്വപ്രസിദ്ധമായ സംഭവമാണ്. ഷുഗർ കണ്ടന്റ് ഇല്ലാതെ വളരെ പ്രോട്ടീനായിട്ട് ലോകത്താരും കണ്ടുപിടിക്കാത്ത സാധനമാണ്. പറഞ്ഞ ഔഷധ ഗുണമുണ്ട്, ഔഷധ ഗുണമുണ്ട്, മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പം എന്നിട്ട് ഇന്ത്യയെ പറ്റി വളരെ മോശമായിട്ട് പറയും. അതെ. അപ്പം ഈ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് കാണുന്നവരോടും ചോദിക്കുക, നിങ്ങൾ സൗദി അറേബ്യ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഷെൽഫിനകത്തിരിക്കുന്ന സാധനങ്ങൾ അത് ഏതൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്ന ഡെയിലി കഴിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും വരുന്നത്. അത് കഴിഞ്ഞ് സൗദിക്കാരന്മാരിടുന്ന ഡ്രസ്സുണ്ടല്ലോ, ഈ മറ്റേ നീളമുള്ള കുപ്പായം മറ്റേ ചാക്കൊക്കെ ഇടുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഈ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ അകത്ത് യാണ് ഇത് സാധനങ്ങൾ ഉറപ്പായിട്ട് ഇപ്പോൾ ചൈനയുണ്ട്, ബംഗ്ലാദേശും ഉണ്ട്. ഇതൊക്കെ എവിടെയോ ഈ ഉണ്ടാക്കുന്നത് വരുന്നത്, എവിടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം പറയാം, മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ബാസ്ക്കറ്റ്, ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ. പിന്നെ രണ്ടാമത് ഭയങ്കര ടെക്നോളജിസ്റ്റാണ്, കണ്ടുപിടുത്തം സൗദി ഈ അറബികൾ, ബേസിക്കലി കാട്ടറബികൾ നടത്തി എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അവിടെ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മളവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതെ. നീയൊക്കെ കഴിക്കുന്ന മരുന്നില്ലയോ ഡെയിലി ലൈഫിന് വേണ്ടി കഴിക്കുന്നത്? കാരണം ഇത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും മരുന്ന് ഭയങ്കര വിലയാണ്, അവൻ്റെ രീതി ചാർജ് ചെയ്യും. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കി പോകുന്ന കോവിഡിന്റെ സമയത്തൊക്കെ ഇപ്പോഴും അവരുടെ മരുന്നാണെങ്കിലും ഈ ഡോക്ടർമാര് സൗദി അറേബ്യ കഴിവുള്ള ഒരു ഡോക്ടറെ ആ വലിയ രാജ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ എന്ന ഡോക്ടേഴ്സ് പോകുന്ന നേഴ്സസ്, അവർക്ക് മെഡിക്കൽ സംഭവം അറിയത്തില്ല. അവരതിനാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലും വന്ന് സർജറിക്ക് ഈ സംഭവത്തിനൊക്കെ വരുന്നത്. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യം, അപ്പൊ ആ രാജ്യത്തിനകത്ത് പോരായ്മകളുണ്ട്. ലോകത്തെല്ലാ രാജ്യത്തും പോരായ്മകളുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പോരായ്മ ഉണ്ട്. അപ്പം ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഇതിനെപ്പറ്റി പുകഴ്ത്തി നടക്കുന്നത് മനസ്സിലാക്കേണ്ടത്, സ്വന്തമായിട്ട് കറൻസി കൗണ്ട് ചെയ്യാൻ അറിയാത്തവരാണ് അറബികൾ. ഇന്ത്യയിൽ ഏതൊരുത്തിനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ സ്വന്തമായിട്ട് പഠിച്ചാലും പഠിച്ചില്ല, അവൻ്റെ കറൻസി അവൻ കൗണ്ട് ചെയ്യും. അതുപോലും കഴിവില്ലാത്ത, കാരണം ഇപ്പോഴാണ് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങിയ അടുത്ത കാലത്തല്ലയോ, സമീപകാലം. അതിനകത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരെ മുഴുവൻ ഇന്ത്യ എന്നല്ലേ ഫാക്കൽറ്റി കൊണ്ടുപോയേക്കുന്നത്. കാരണം അറബ്സിന് അറിയത്തില്ല എഡ്യൂക്കേഷൻ എന്താന്ന്. കാരണം കൊല്ലും കൊലയും ഒട്ടകക്കച്ചവടവും മാത്രമായിട്ട് ജീവിച്ച അവസാനം എണ്ണയുടെ സംഭവത്തോടു കൂടിയാണ് ഇത് ലോകത്തറിയുന്നത്. ഇവർ നേരത്തെ ഇവർക്ക് കൾച്ചറും ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിക സംഭവത്തിൽ പോയി എല്ലാം കൊണ്ട് തൊലച്ച് അവസാനം വഹാബിസോ സലഫിസത്തെ ആ രാജ്യത്തെ ബോംബ് ഉണ്ടാക്കാൻ അറിയാം. അത് നേരെ ചൊവ്വ ഉണ്ടാക്കാൻ അറിയത്തില്ല ഇവർക്ക്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. ബോംബ്, അവിടുത്തെ ഭീകരപ്രവർത്തന ബോംബ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് അറിയത്തില്ല. കാരണം അത് അവിടെ നിന്ന് പൊട്ടും. പിന്നെ അമേരിക്ക വെപ്പൺസ് കൊടുത്തു സൗദിക്ക്, ആ വെപ്പൺ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. അമേരിക്ക തന്നെയാണ് അവിടെ ബേസ്. കാരണം എന്നിട്ട് അവിടെയുള്ള ടെക്നീഷ്യൻസിനെ ഒക്കെ അവിടെ കൊണ്ട് പഠിപ്പിച്ചിട്ട് ഒരു സീനിയർ ആയിട്ടുള്ള അമേരിക്കൻ ഓഫീസർ എന്നോട് പറഞ്ഞത്, ഇവരിവിടെ വരും, ഇവർ പറയുന്നവന്മാർ മുഴുവൻ ലാസ് വെഗാസിലും പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയാണ് പോകും. അപ്പോൾ ഒരു കോഴ്സിന് വേണ്ടി പറയാൻ അതിനു പോലും പറ്റത്തില്ല. കാരണം ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ ഞാൻ ഈ പറയുന്ന എല്ലാ കമ്മ്യൂണിറ്റി ഇതിനെ പറ്റിയല്ല, അറബ്സിന് ബേസിക്കലി അവന് കഴിവില്ലാത്തതിൻ്റെ പേരിലാണ് കേരളത്തിലുള്ള മലയാളികളായ നിനക്കൊക്കെ അവിടെ ജോലി കിട്ടിയത്. അവന് കഴിവുണ്ടായിരുന്ന അവൻ്റെ കീ പോസ്റ്റിൽ അവിടെ ബിസിനസ് നടത്താൻ നിങ്ങൾ അവിടെ പോയി ചെയ്യാൻ പറ്റുമോ? എന്ത് കണ്ടുപിടുത്തം അവർ ചെയ്ത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യം
എവിടുന്ന് എങ്ങോട്ടാണ് പോയത്? ഇത്രയും സാമൂഹ്യ പ്രശ്നങ്ങളും ജാതി പ്രശ്നങ്ങളും എല്ലാം റിസർച്ചും നമ്മൾ പ്രൊഫഷണൽ ആർമി, അത് വളരെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവത്തിന്റെ എല്ലാരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആലോചിച്ച് നോക്കി, ഇന്ത്യയിലെ ലോകത്തിന്റെ ടെക്നോളജിയുടെ ഹബ്ബ് ഇന്ത്യയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ച് ചലിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സ്വന്തമായിട്ട് ഒരു മുട്ടുസൂചി പോലും പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത രാജ്യമാണ്. കാരണം അവിടെയുള്ള എല്ലാത്തിനും അമേരിക്കൻ സ്റ്റാൻഡേർഡും ആ സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡൊക്കെ പറയുമ്പോൾ ഇതിന്റെ പുറകിലൊക്കെ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. നേരെ ചൊവ്വ ഒരു പട്ടാളത്തെ ട്രെയിൻ ചെയ്യാൻ പോലും അറിയത്തില്ല അറബ്സിന്. അതിന്റെ പോരായ്മയാണ് മിഡിൽ ഈസ്റ്റിൽ കാണുന്നത്. കാരണം അവർക്കറിയത്തില്ല ഇതൊന്നും. പ്രൊഫഷണൽ ആർമി ഇല്ല, പ്രൊഫഷണൽ ആർമി ഒന്നുമില്ല. ഈ പറയുന്ന സൗദി അറേബ്യയുടെ പ്രൊഫഷണൽ ആർമിയാണ്. ഏറ്റവും കൂടിയ സാധനം വെപ്പൺസും അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇപ്പം ബിജിബയുടെ കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുകയാണെങ്കിലും മാൻ ബിഹൈൻഡ് ദ മിഷൻ എപ്പോഴും പ്രധാനം. ഇപ്പം ഏറ്റവും കൂടിയ ഐഫോൺ മേടിച്ചു കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും ഫീച്ചേഴ്സും അറിയത്തില്ല, പിന്നെ അത് പ്രയോജനമൊന്നുമില്ല, ഒരു കാര്യമില്ല. അത് വെപ്പണിന്റെ കാര്യത്തിനാണ് ഇതേപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ പാട്രിയോട്ട് മിസൈൽ അവർ ഹൂത്തികളെ അടിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് അവിടെ കിടന്ന് പൊട്ടുക. അത് ഫയർ ചെയ്യാൻ അറിയത്തില്ല അവർക്ക്. പ്രോഗ്രാം ചെയ്തിട്ട് അത് ഫയർ ചെയ്യണ്ട, സാറ്റലൈറ്റ് ഇമേജ് നോക്കിയിട്ട് അതുപോലും അറിയത്തില്ല. ഇത് കുതിര സവാരി അവരങ്ങ് സുഖിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടര്. ഇഷ്ടം പോലെ പണമുണ്ട് അതിന്റെ പേരിൽ. അതോ അവർ കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ സാൻ ഫ്രാൻസിസ്കോയിലും ലോസ് ഏഞ്ചലസിൽ പോയി കഴിഞ്ഞപ്പം അതേപോലെ ലാസ് വെഗാസൊക്കെ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഈ അമേരിക്കൻ എക്കോണമിക്കകത്ത് പൈസ കൊടുക്കുന്ന ഈ ബോധമില്ലാത്ത അറബികളാണ്. കാരണം പെണ്ണിനെ കാണാൻ വരും, അവിടുത്തെ ഡാൻസും നൃത്തവും ചവിട്ടും മദ്യപാനം എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം അവന് ബോധമില്ല. അതിന്റെ പേരിൽ നാട്ടിലൊന്നും കാണാനൊന്നും അവർ അതെല്ലാം കൂടെ മറച്ചു വെച്ചേക്കുക. അവനത് പുറത്ത് പോയി എല്ലാം എൻജോയ് ചെയ്യുക. അതിന്റെ പേരിലാണ് അവിടുത്തെ കിങ് സൽമാൻ അവിടെ കാസിനോയും പുതിയ സിറ്റിയും ഒക്കെ കൊണ്ടുവരുന്നതിന്റെ കാര്യം. അത് സൗദി അറേബ്യ ലോകത്തിന് കൊടുത്ത സംഭാവന വെണ്ണയോ കുന്തം ഒരു കോപ്പും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുക്കാൻ അവരെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു കോപ്പും കൊടുക്കാൻ പറ്റത്തില്ല ലോകത്തിലെ സംഭാവന. അതിൻ്റെ അകത്ത് പഴയ കാലത്ത് ഇറാൻ എടുക്കുവാണെങ്കിൽ അവർ മൂവീസ്, റൈറ്റേഴ്സ്, സ്കോളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സാംസ്കാരിക നഗരം. അതെ, അത് കാരണം ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷൻ വരുന്നതിന് മുമ്പ് അഫ്ഗാനിലും അതുപോലെ. അത് അഫ്ഗാൻ കാബൂൾ യൂണിവേഴ്സിറ്റി ലോകത്ത് ആദ്യം ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ആദ്യം ഹിപ്പി മൂവ്മെന്റ് നടന്ന്. ഇപ്രാവശ്യം ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ പോയപ്പം ഹിപ്പി അതിന്റെ കൾച്ചറിനെ പറ്റി ഒന്ന് പഠിക്കാൻ പോയി. ആലോചിച്ച് അന്ന് ഞാൻ നേരത്തെ വായിച്ചത് കാബൂൾ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് ഹിപ്പി കൾച്ചർ കൊണ്ടുവരുന്നത്. ഏത് ആ യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ആ സംഭവത്തിൽ ഇതിനകത്താണ് ഈ മതം കയറി വന്നിട്ട് ഇതിനെ മുഴുവനും നശിപ്പിച്ചത്. ഇതിനകത്ത് ഇസ്ലാമിക ഇവരുടെ അകത്ത് പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി പാടില്ലല്ലോ. ഇപ്പോഴും ആടിനെ മേയ്ക്കാൻ പോകാൻ പറയുന്ന മിലാഫ് കോള കുടിക്കാൻ. അവിടുത്തെ അറബ്സിനെ പറ്റി ശരിക്കുള്ള ചരിത്രം വായിച്ചു നോക്ക്. ഇവര് ബേസിക്കലി അവിടെയുള്ള കിണർ കുടിവെള്ളത്തിന് വേണ്ടി അവരുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവനെ കൊല്ലുമായിരുന്നു. അത്ര മൃഗീയമായിട്ടും ക്രൂരമായിട്ടും മരുഭൂമിയിൽ ജീവിച്ചവരാണ് ഇവര്. അപ്പൊ അവരുടെ ഇടയ്ക്കോട്ട് ഓയിൽ വന്നപ്പോഴാണ് സംഭവമായത്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യക്ക് അവിടെ ഇന്ത്യക്കാർ ഒത്തിരി പേരോട് ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇന്ത്യക്കാരോട് ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യുന്നതിന്റെ കാരണം ഈ അറബ്സിന് കഴിവും വിദ്യാഭ്യാസവും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലായിരുന്നു അവൻ നിന്നെ കയറ്റു. അവന്റെ ആൾക്കാർക്ക് പോലും അവിടെ, കാരണം അവർക്ക് ജോലി ചെയ്യാൻ അറിയത്തില്ല, സ്കിൽഡ് ആയിട്ടുള്ള ജോലി അറിയത്തില്ല. എന്നിട്ടും നമ്മൾ ഇത്ര അന്നം തരുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും 30 അവിടെ നിൽക്കാന്നല്ലാതെ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പൗരത്വം കിട്ടും, ഇവിടെ അതുപോലും ഇല്ല. ഈ പറയുന്ന അന്ന് അവിടെ പോയത് കൊണ്ട് ആ രാജ്യം രക്ഷപ്പെട്ടു. അതാ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ആഫ്രിക്കയിൽ നിന്ന് അവിടെ വരുമോ? യൂറോപ്പിലുള്ളവരെ ബോസ് ആയിട്ടാ വരുന്നത്. അവിടെ അവരായിട്ടാ വരുന്നത്. അമേരിക്കന്ന് അവിടുത്തെ പെട്രോളിയം ബിസിനസ് ആയിട്ടാ വരുന്നത്, അല്ലാതെ അവിടെ ജോലിക്കാരനായിട്ടും. മകം പിടിച്ച ഇന്ത്യക്കാരനും മലയാളികളും അവിടെ പോയി അരോഹാത്ര മരുഭൂമി പണിതിട്ടാണ് ഈ ദുബായിലൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ അവര്. പിന്നെ ചില ഭരണാധികാരികളുണ്ട് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ UAE ഒക്കെ കയറി വന്നത്. അപ്പൊ അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാട്ട അറബി ആ വാക്ക ഉപയോഗിക്കുന്നത് ആ സ്വഭാവത്തിലെ ഒരു മൂരിയുടെ സ്വഭാവത്തിൽ ജീവിക്കുന്നവനാണ്. ഇതിനെ ഞാൻ ആ രാജ്യത്തെ പറ്റിയല്ല പറയുന്നത്. ഇന്ത്യയിലെന്തോ ഉണ്ടായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ് നിന്നെ പഠിപ്പിച്ചത്. അതാണ് ആദ്യം പറയുന്നത്. നീ അവിടെ പഠിച്ചത് അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്താണ്.
ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രാഥമിക വിദ്യാഭ്യാസവും ടെക്നിക്കലി സ്കിൽഡ് ആയതുകൊണ്ടാണ് നിനക്ക് അവിടെ ജോലി കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ പോകുന്ന ഇറച്ചി കച്ചവടമാണെങ്കിലും മീൻ കച്ചവടത്തിനാണ് ഡ്രൈവറിന്, അത് പഠിപ്പിച്ചത് ഇവിടെ. ആദ്യം മനസ്സിലാക്കണം. അവിടെ ഉള്ളവന് ഇത് അറിയത്തില്ല. അവന് സ്വന്തമായിട്ട് പണം കൗണ്ട് ചെയ്യാൻ അറിയത്തില്ല. അവന് ആകെ അറിയാവുന്ന ഇഷ്ടം പോലെ പണമുണ്ട്, 5-6 കെട്ടണം, അടിച്ച് പൊളിച്ച് കളയണം എന്നല്ലാതെ അവനൊന്നും അറിയത്തില്ല. കാരണം ഇപ്പോഴവൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഈ ചാക്ക് സംസ്കാരം കൊണ്ട് പഠിച്ചിട്ട് ഇതാണ് ടെക്നോളജി എന്ന് പറയുക. അത്യാധുനിക ജീവൻ എന്ന് പറഞ്ഞ ചാക്ക. അതിനെ മോൻ പോലും കാണിക്കുന്ന ചാക്കാണ് അത്യാധുനികം എന്ന് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് കോള. ഇതിനേക്കാളൊക്കെ വലിയ വലിയ സംഭവങ്ങൾ വളരെ 100 വർഷങ്ങൾക്ക് മുമ്പ് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 1800-കളിലൊക്കെയാണ് കൊക്കക്കോളയൊക്കെ വന്നത്. അതിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് നോക്ക്. അപ്പൊ എന്തിനാണ് ഇന്നും ഈ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ആഹാരം പോയില്ലെങ്കിൽ അവിടെ കിടക്കുന്ന അറബിയൊന്നും ആഹാരം കഴിക്കത്തില്ല. കാരണം ആഫ്രിക്കയിലുള്ള ഇപ്പോഴും അൺസർട്ടനിറ്റി. എന്നിട്ട് അമേരിക്കയുടെ പ്രോഡക്ട്സ് മേടിച്ച് കഴിക്കുന്ന സാധാരണക്കാരന് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ സാധാരണക്കാരന്റെ അറബിക്ക് അവന്റെ റൊട്ടി ഉണ്ടാക്കലും കുബൂസ് ഉണ്ടാക്കണമെങ്കിലും അവന്റെ വെജിറ്റബിൾസ് ആണെങ്കിലും അവന്റെ നോൺ വെജ് ആണെങ്കിലും ഇത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകണം. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നീ എടുത്ത് നോക്ക്. നീ ഇടുന്ന അണ്ടർവെയർ, അറബി ഇടുന്ന അണ്ടർവെയർ എവിടെ ഉണ്ടാക്കിയെന്ന് പോയി നോക്ക്. ചുമ്മാ വിടുവാത്തരവും ഈ സുഡാപ്പി രീതിയിൽ സംസാരിക്കരുത്. അതല്ലാതെ അറബി ഉപയോഗിക്കുന്ന പലതും, അല്ലെങ്കിൽ ഇപ്പം അറിയാൻ സാധിച്ചത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ അധികം രാജ്യങ്ങളിൽ ഐഫോൺ പോകുന്ന ഇന്ത്യയിലെ സാംസങ് ഫോൺ ഇന്ത്യ മാനുഫാക്ചർ ചെയ്തിട്ട് പോകുന്ന. അതല്ലാതെ ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ അറിയാത്ത അറബികൾ അവരാണ് വിശ്വപ്രസിദ്ധമായ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഇവിടെ സുഡു പത്രങ്ങളും ഈ കുറച്ച് യൂട്യൂബ് ചാനലും കൈയടിക്കുമ്പോൾ ശരിക്കും ബോധവാനാകണം. നീ ആയത്? നിന്റെ സ്വന്തം ഐഡന്റിറ്റി. നീ എങ്ങനെ ഡ്രൈവിങ് പഠിച്ചത്? നീ എങ്ങനെ സ്കൂളിൽ പോയിട്ട് നിനക്ക് ഇംഗ്ലീഷ് അറിയാം? അറബിക്ക് പ്രോപ്പറായിട്ട് ഒരു വാക്ക് അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം. നീ ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നിനക്കറിയാം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തിരിച്ചു പറയാൻ അറിയാം. എത്ര അറബിക്ക് അതറിയാം? ആലോചിച്ചിട്ടുണ്ടോ? നീ ചുമ്മാ കുറച്ച് അറബി മാഫി മുഷ്കിൽ കിഷ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നല്ലാതെ ഈ നോളജ് എന്ന് പറഞ്ഞ് നിന്നെ നീ ആക്കിയത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. നീ മറ്റുള്ള ആൾക്കാരനോട് സമീപിച്ചവിടെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവൻ്റെ കൂടെ ജീവിക്കുന്ന ഇന്ത്യ പഠിപ്പിച്ചതാണ്. അല്ലാതെ അറബിക്ക് വേറൊരുത്തിനെ അവനെല്ലാം കാഫിറാണ്. കാരണം അവനത് അറിയത്തില്ല, അവന് ബോധമില്ല. അവന് കൊലപാതകവും മാത്രമേ അവന് അറിയത്തുള്ളൂ. അങ്ങനെ മാത്രം ജീവിച്ച അറബി വന്ന് ഇന്ത്യക്കാരനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവൻ എന്തൊരു ഡോക്ടർ ആകണേ, സാധാരണക്കാരൻ്റെ ഡോക്ടറാണ് ഇന്ത്യ വന്ന് പഠിക്കണം. കാരണം അവൻ്റെ വിദ്യാഭ്യാസം അവനറിയാം. അവന് വിദ്യാഭ്യാസമില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവന് വിദ്യാഭ്യാസം കൊടുക്കുന്നു? അതും ഇന്ത്യയിൽ നിന്ന് കയറി പോകണം. അവൻ്റെ A to Z കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തു നിന്ന് പോകണം. അതാണ് എൻ്റെ രാജ്യം, അതാണ് എൻ്റെ രാജ്യത്തിൻ്റെ പോക്ക്. ആ രാജ്യത്തെ നോക്കിയിട്ട് അറബിയുടെ കോപ്പിലെ കോള കണ്ടു കഴിഞ്ഞ് ഇത് നിനക്ക് പറയാൻ ഇല്ലയോ? എൻ്റെ രാജ്യം തന്നെയാണ് ഏറ്റവും വലുത്. ജയ് ഹിന്ദ്.